അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മ ബഅദ്. വളരെ സമാദരണീയരായ മഹത്തായ സമസ്തയുടെയും SNECയുടെയും ഒക്കെ ഉസ്താദുമാരെ, സാരഥികളെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, വളരെ പ്രിയങ്കരായ വിദ്യാർത്ഥികളെ, നമുക്കേറ്റവും പ്രിയപ്പെട്ട വിഷയം ഏതാണെന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള ഒരു മാനദണ്ഡം നമ്മളേറ്റവും കൂടുതൽ സമയവും മനസ്സും ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു 1.5 മണിയോളം, ഒരു 14.5 മിനിറ്റ് കൂടി ഇതിൻ്റെ ഭാഗമായി, അതിനുശേഷം ദുആയും നമ്മളിതിൻ്റെ ഭാഗമായി നിൽക്കുക എന്നുള്ളത് നമ്മൾ നമ്മെ വിലയിരുത്തുന്നതിൻ്റെ കൂടി ഭാഗമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ചെറിയ ടാസ്ക് കൂടി നേരത്തെ SV തന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ട വളരെ പ്രിയങ്കരായ വിദ്യാർത്ഥികൾക്ക് ഞാൻ തരികയാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു 10 സെക്കൻഡ് ഒന്ന് നിന്ന് തന്നാൽ വളരെ നല്ലത്. ഈ പുതിയ കുട്ടികൾ ഒന്ന് നിന്നാൽ മതി. നിങ്ങളതിന് ചെയ്യേണ്ടത്, നിങ്ങളുടെ വലത് കൈ പൊക്കിയിട്ട് വായുവിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാക്ക് എഴുതിയാൽ മതി. അറബിയിലോ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇഷ്ടപ്പെട്ടൊരു വാക്ക്, ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്ക്, ഇപ്പം തോന്നുന്നൊരു വാക്ക് എഴുതിയാൽ മതി. കൈകൊണ്ട് ഞാനൊരു വാക്കിപ്പോൾ എഴുതി കഴിഞ്ഞു. എഴുതിയോ? അത്രയൊന്നും ചിന്തിക്കേണ്ട, പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു വാക്ക്. കുറേ ആൾ മനസ്സിലെങ്കിലും എഴുതിയല്ലോ. അള്ളാഹു, റസൂല്, ഉമ്മ, ഉസ്താദ്, ഈ 4ലൊരു വാക്ക് എഴുതിയവരെന്ന് കൈപൊക്കി തരുമോ? മാഷാ അല്ലാഹ്. എനിക്ക് എഴുതാത്തു. മന്തി, ബിരിയാണി ഇതെഴുതി ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവെക്കുമോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള നിങ്ങൾ ഫുഡ് ഐറ്റംസ്. പിന്നെ നിങ്ങളെക്കുറിച്ച് നമ്മളെന്തിനാണ് അണ്ടർ എസ്റ്റിമേഷൻ? നിങ്ങൾക്ക് ഇപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, നിങ്ങൾ വളരെ എനർജറ്റിക്കാണ്. അറബിയിലും മലയാളത്തിലും അല്ലാതെ ഇംഗ്ലീഷിൽ എഴുതിയ ആൾക്കാരുണ്ടോ? കൈ ഒന്ന് നോക്കൂ. ഇംഗ്ലീഷിലൊരു വാക്ക്. മാഷാ അല്ലാഹ്, അതുകൊണ്ട്. ഇതാണ് സമന്വയ വിദ്യാഭ്യാസം. ഇരിക്കും. മാഷാ അല്ലാഹ്, ഇതാണ് സമന്വയ വിദ്യാഭ്യാസം. വളരെ വ്യത്യസ്തമായി നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇസ്ലാമിനോട് വിശ്വാസത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ പ്രതിഫലിപ്പിച്ചു. നമ്മുടെ വഴി നിങ്ങൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. അള്ളാഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉസ്താദ്, ഉമ്മ, അതിലുപ്പയും പെട്ടു. സമൂഹം, ഇൽമിയായ അസ്തിത്വമാണ് നമ്മുടെ അസ്തിത്വം. മുസ്ലിയാർ സ്വത്തെന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ ഉസ്താദ് എന്നുള്ള വാക്ക് പ്രത്യേകിച്ചിട്ട് മെൻഷൻ ചെയ്തത്. അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ എഴുതിയോ എന്ന് ചോദിച്ചത്. നമുക്ക് പ്രിയപ്പെട്ടവരാണ് ഉസ്താദുമാർ. ഉസ്താദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതൊരു പേർഷ്യൻ വാക്കാണ്. പാചകക്കാരെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഭക്ഷണം ഉണ്ടാക്കി തരുന്ന പണ്ടാരി എന്ന് പറയും, കുക്കർ, ഷെഫ്. പക്ഷേ അത് പിന്നെ അറബീകരിക്കപ്പെട്ടൊരു വാക്കായി മാറി. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളെ മാഷ് അല്ലേ സാറ് എന്നും, മദ്രസയിൽ പഠിപ്പിക്കുന്നയാളെ ഉസ്താദ് എന്നുമാണ് പറയാറുള്ളത്. ഇത് ആത്മീകമായൊരു പാചകമാണ്. ആത്മീകമായ വിഭവങ്ങൾ ഒരുക്കി തരുന്ന ആളുകൾക്കാണ് ഉസ്താദ് എന്ന് പറയുന്നത്. കേരളത്തെ, നമ്മെ, മഹത്തായ സമസ്തയൊക്കെ അടയാളപ്പെടുത്തി തന്ന ധാരാളം മഹാരഥന്മാരായ ഉസ്താദുമാരുണ്ട്. മലയാളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ, കലാപൈതൃകത്തെ, മാപ്പിള സാഹിത്യ സമ്പത്തിനെയൊക്കെ പുഷ്കലമാക്കിയ ആധ്യാത്മിക ജ്ഞാനികളായ ഒരുപാട് ഉസ്താദുമാർ. ആ താവഴയിലേക്ക് ചെന്ന് ചേരാനുള്ളവരാണ് നമ്മളും. ഷുജായി മൊയ്തീൻ മുസ്ലിയാർ ആരാണെന്ന് നിങ്ങളൊന്ന് പഠിക്കണം. ആരാണ് കുഞ്ഞായിൻ മുസ്ലിയാർ? ആരാണ് സഫലമാല എഴുതിയത്? ആരാണ് നൂൽമാല എഴുതിയത്? ആരാണ് ഷിപ്പ് സോങ് എഴുതിയത്? ആരാണ് ഉമർ ഖാലി? ഇവരുടെയൊക്കെ പരമ്പരകളിലേക്ക് ചേർന്ന് നിൽക്കുവാനുള്ളവരാണ് നമ്മളും. നേരത്തെ ഇവിടെ 2 വാക്ക് പരാമർശിക്കപ്പെടുകയുണ്ടായി പല വാക്കുകളിൽ. ഒന്ന്, സയ്യിദുൽ ഉലമാ വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, എല്ലാ ടെക്നോളജിയും ആദം അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. SNECയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സലാം ബാക്കവി ഉസ്താദ് അല്ലാഹു വ റസൂലുഹു ആലം എന്നുള്ള റസൂലുഹു ആലം എന്നുള്ളതിനെ
സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. ഏറ്റവും അറിയുന്നയാൾ അള്ളാഹുവിൻ്റെ കൂടെ റസൂലുമാണ്. സൂപ്പർലെറ്റീവ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. മനുഷ്യൻ്റെ ബ്രെയിൻ അത്രയും കപ്പാസിറ്റി ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദം അലൈഹിസ്സലാമിനെല്ലാം മനസ്സിലായി എന്ന് അഭ്യസിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും മനുഷ്യൻ്റെ പരിമിതിയെ അതിൻ്റെ മാക്സിമം സാധ്യതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു സാക്ഷാത്കരിച്ചു എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ ബ്രെയിൻ കപ്പാസിറ്റിയാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രം വിശാലമാകുന്ന അത്ഭുതകരമായൊരു സൃഷ്ടിയാണ് ബ്രെയിൻ. ഇപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഫോൺ ഏതാണെന്ന് ചോദിച്ചാൽ എന്നേക്കാൾ നല്ല ഫോണിൻ്റെ പേര് നിങ്ങൾ പറഞ്ഞു തരും. തൽക്കാലം നിങ്ങൾ പറയുക ഇന്നതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്, സമയമില്ലല്ലോ. ആപ്പിൾ 17 എന്ന് കൂട്ടിക്കോ, ആപ്പിൾ 17. ഓക്കെ അല്ലേ? അല്ലേ? ആണ്. 2500 ആപ്പിൾ 17 ഫോണിൽ കൊള്ളുന്ന മെമ്മറി നമ്മുടെ ബ്രെയിനിൽ കൊള്ളും. ആലോചിച്ച് നോക്കൂ, എത്രയാണ് ബ്രെയിൻ കപ്പാസിറ്റിയുടെ മെമ്മറി പവർ എന്ന് ചോദിച്ചാൽ 2.5 പെറ്റാബൈറ്റ് എന്നാ പറയാം. നമ്മൾ GB എന്ന് പറയല്ലോ ലാപ്ടോപ്പിൻ്റെയും ഫോണിൻ്റെയും ഭാഷയിൽ. അതിൽ 2.5 മില്യൺ 25 ലക്ഷം GB, അതാണ് 2.5 പെറ്റാബൈറ്റ്. അത്രയും സാധനം ഹ്യൂമൻ ബ്രെയിനിൽ കൊള്ളും. അത് ഒരു നിഗമനമാണ്. അതുകൊണ്ടാണ് അല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലാഹു റസൂലുഹു ആലം എന്ന് പറയുന്നത്. ബുദ്ധിപരമായി പ്രായപൂർത്തിയാകാതെ മരണപ്പെട്ടു പോകുന്ന ഏക സ്പീഷ്യസ് ആണ് മനുഷ്യൻ എന്ന് ആന്ത്രോപോളജിയിൽ ഒരു ഭാഷയുണ്ട്. കാരണം ഇത്രയും നമുക്ക് പഠിക്കാൻ കഴിയും, അത്രയും നമുക്കിതിൽ സംഭരിക്കാൻ കഴിയും, സ്റ്റോർ ചെയ്യാൻ കഴിയും. പക്ഷെ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾ ബാഗ് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കൂ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അതിൻ്റെ മലയാളം എന്താണ്? ഈ ഖുർആനിനെ നമ്മൾ മലപ്പുറത്താണ് ഇറക്കിയതെങ്കിൽ, മക്കത്തല്ല മലപ്പുറത്താണ് ഇറക്കിയതെങ്കിൽ, ആ മലപ്പുറം തവിട് പൊടിയാവുന്നത് നബിയെ അങ്ങക്ക് കാണുവാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ ഖുർആൻ മലപ്പുറത്തല്ല ഇറക്കിയത്, ഈ ഖുർആൻ ഇറക്കിയത് തലപ്പുറത്താണ്. മനുഷ്യന്റെ ബ്രെയിനിലേക്കാണ് ഖുർആൻ വന്നിറങ്ങിയത്, മലയുടെ മുകളിലല്ല. പക്ഷേ ലോകത്ത് ഏത് ബ്രെയിനാണ് തകർന്നു പോയത്? ഹുഫാദുകളുണ്ട് ലോകത്ത് കോടിക്കണക്കിന്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്കും ഏത് പ്രാഥമികമായ ഇസ്ലാമിക ജ്ഞാനമുള്ള ആളുകൾക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ അറിയാം, മുഅവ്വിദത്തൈനും ഇഖ്ലാസും അറിയാം, ആയത്തുൽ കുർസി അറിയാം, ആമന റസൂൽ അറിയാം, യാസീൻ അറിയാം, മുൽക്ക് അറിയാം, വാഖിയ അറിയാം. ഒരുപാട് മനപ്പാടമാക്കിയ സൂറകൾ ഈ പന്തലിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ആരുടെ തലയാണ്? ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. അതായത് ഭീകരമായ എവറസ്റ്റ് കൊടുമുടിക്ക് വഹിക്കാൻ കഴിയുന്നതിലേറെ ഭാരം വഹിക്കാൻ കഴിയുന്ന സാധനമാണ് ഹ്യൂമന്റെ ബ്രെയിൻ, മനുഷ്യന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ബയോളജിയിൽ പഠിച്ചു, മനുഷ്യന്റെ ബ്ലഡിലുള്ളത് ഹോർമോണുകളാണ്. ഹീമോഗ്ലോബിൻ ഒക്കെ ഒരു ഹോർമോണാണ്. മനുഷ്യന് നിറം കൊടുക്കുന്ന മെലാനിൻ ഹോർമോണാണ്. ധാരാളം ഹോർമോണുകൾ. അത് മുഖേനയാണ് നമ്മുടെ ജൈവിക പ്രക്രിയ, ശാരീരികമായ ബയോളജിക്കൽ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് മനുഷ്യന്റെ വികാരങ്ങൾ നടക്കുന്നത്? നമുക്കിപ്പോൾ തോന്നുന്നുണ്ടല്ലോ, ചില ആളുകൾക്ക് തോന്നുന്നുണ്ട് ഇയാളെപ്പോഴാണ് ഇത് നിർത്തുക, ഇന്നിനിപ്പം നാട്ടിൽ പോകാൻ പറ്റുമോ, എന്തായിരിക്കും ഇവിടെ പറയപ്പെട്ട ആ പാക്കറ്റിലെത്തുന്ന ഫുഡ്, ഇതൊക്കെ നമുക്ക് തോന്നുകയാണ്. ഈ തോന്നുന്നത് ഹോർമോണുകൾ മുഖേനയല്ല. ഈ തോന്നുന്ന സാധനങ്ങൾ തലച്ചോറിൽ ഒരു കരണ്ട് പ്രവർത്തിക്കുന്നുണ്ട്, വൈദ്യുതി. നാം സ്വിച്ച് ഇടുമ്പോൾ ബൾബ് കത്തുന്ന പോലെ, വെപ്പൺസുകൾ ആക്റ്റീവ് ആകുന്ന പോലെ അള്ളാഹുവിന്റെ ഒരു സംവിധാനമാണ്, ന്യൂറോ കെമിക്കൽ വേവിംഗ് സംവിധാനമാണ് ബ്രെയിനിൽ നടക്കുന്നത്. അവിടെ അത് സാധ്യമാക്കുന്നത് ന്യൂറോണുകൾ മുഖേനയാണ്. രണ്ട് വാക്കുകൾ, ഹോർമോണുകളും ന്യൂറോണുകളും. ഈ ന്യൂറോണുകളുടെ പ്രത്യേകത ഉപയോഗപ്പെടുത്തുമ്പോൾ വിശാലമാകുന്നു എന്നുള്ളതാണ്. നമ്മളത് മനസ്സിലാക്കണം. നാം നിരന്തരം നെഹ്വാണ് പഠിക്കുന്നതെങ്കിൽ നെഹ്വ് പഠിക്കാൻ പറ്റുന്ന തരത്തിൽ ന്യൂറോണുകൾ ജനറേറ്റ് ചെയ്യപ്പെടും, ഉൽപ്പാദിപ്പിക്കപ്പെടും. നാം പഠിക്കുന്നത് പാട്ടോ കളിയോ, ശ്രദ്ധിക്കുന്നത് വീഡിയോ ഗെയിമുകളോ വിനോദങ്ങളോ രസങ്ങളോ ത്രസങ്ങളോ ബഹളങ്ങളോ കുതൂഹലതകളോ ഒക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള എന്റർടൈൻമെന്റുകളെ ഉൽപ്പാദിപ്പിക്കുന്ന, അതിനെ പ്രചോദിപ്പിക്കുന്ന ന്യൂറോണുകളാണ് ഉണ്ടാവുക. എന്താണോ ചിന്തിക്കുന്നത്
ആ മേഖലയെ വികസിപ്പിക്കുന്ന തരത്തിലാണ് മനുഷ്യന്റെ ബ്രെയിൻ സിസ്റ്റം അള്ളാഹു കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. സയൻസിൽ അതിന് ന്യൂറോ സയൻസിൽ അതിന് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നാണ് പറയുക. ഒരു കാര്യം വിചാരിക്കുകയാണെങ്കിൽ അത് തന്നെ ബ്രെയിനിൽ വരൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്ക് പുതിയൊരു ദിശ ഉണ്ടാവേണ്ടതുണ്ട്. ആ ദിശ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ആ ദിശയാണ് നമ്മുടെ സ്വത്വം. അതാണ് ഞാൻ പറയുന്നത്. ആ ദിശ അള്ളാഹുവിലേക്കുള്ള വഴിയാണ്. ആ ദിശ റസൂലിലേക്കുള്ള വഴിയാണ്. ആ ദിശ ഉമ്മാക്കും ബാപ്പാക്കും സമൂഹത്തിനും പൊരുത്തമുള്ള വഴിയാണ്. പൗരബോധമുള്ള, ഉലമാ സത്വബോധമുള്ള, കാലം എത്ര മുന്നോട്ട് പോയാലും വീര്യം കുറയാത്ത സാധനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കിതാബുകൾ, നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ കയ്യിലെ പേന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതേപോലൊരു മുഖദ്ദിമക്ക് എന്ത് പ്രസക്തിയാണ് ഈ AI യുഗത്തിലുള്ളത്? അബ്ദുറഹ്മാൻ ഉസ്താദ്, അരിപ്ര ഉസ്താദ് പറഞ്ഞല്ലോ, ഇത് AI യുഗമാണ്. ഈ AI യുഗത്തിൽ എന്ത് പ്രസക്തിയാണ് കടലാസുകൾക്കുള്ളത്? എന്ത് പ്രസക്തിയാണ് പേനക്കുള്ളത്? എന്ത് പ്രസക്തിയാണ് ഇതേപോലെയുള്ള പുസ്തക കിതാബുകൾക്കുള്ളത്? പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാലമെത്ര മുന്നോട്ട് പോയാലും, സാങ്കേതിക വികാസം അതിശയകരമായ പുരോഗമനങ്ങളെ പ്രാപിച്ചാലും, ലോകത്ത് എന്നെന്നും ബാക്കിയാവുന്ന ജനുവിനായ അധ്യാപന സംസ്കാരമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ഗുരുകുല വിദ്യാഭ്യാസ സംസ്കാരം. അതിൻ്റെ ഏറ്റവും പ്രകടമായ സാക്ഷാത്കാരമാണ് നമ്മുടെ ഈ കാലത്തും ഈ കടലാസും പുസ്തകവും കിതാബും ബാക്കിയാകുന്നത്. വിശുദ്ധ ഖുർആന്റെ അത്ഭുതമെന്നും പറയാം. ഖുർആൻ തുടങ്ങിയത് തന്നെ നേരത്തെ അതും ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശുദ്ധ ഖുർആന്റെ പ്രമേയം പേനയാണ്. വിശുദ്ധ ഖുർആന്റെ പ്രമേയം നൂൻ വൽ ഖലം വമാ യസ്തുറൂൻ, മഷിക്കുപ്പിയും വരികളും ആ വരികൾ കുറിച്ചിടുന്ന വരകൾ കുറിച്ചിടുന്ന തൂലികയുമൊക്കെയാണ്. ഞാനിത് പരാമർശിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഈ വചനങ്ങൾ ലോകത്ത് അവതീർണമായിട്ട് 1400 കൊല്ലങ്ങൾ കഴിഞ്ഞു. ഇത് 2026 മെയ്യിലാണ്, മെയ് 31 നമ്മൾ ഈ പന്തലിൽ സമ്മേളിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഭൂമിയിൽ ഖുർആൻ ഓതി ലോകത്തോട് സംസാരിച്ചത് CE 609ന്റെയും 632ന്റെയും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായി 15 നൂറ്റാണ്ടുകൾ പിന്നിടാൻ പോവുകയാണ്. പക്ഷേ ആ 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും സംസ്കാരം അതേപോലെ ഈ ഭൂമിയിൽ ഇന്നും ബാക്കിയുണ്ടെങ്കിൽ അത് കടലാസും പേനയും മാത്രമാണ്. 15 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ സഞ്ചരിച്ച പോലെയല്ല ഇന്ന് സഞ്ചരിക്കുന്നത്. അന്ന് കാൽനടയാണ്, അന്ന് കഴുതവണ്ടിയാണ്, അന്ന് കുതിരവണ്ടിയാണ്. അന്ന് ആളുകൾ ഉപയോഗിച്ചിരുന്ന ഉടപുടകളുടെ സംസ്കാരമല്ല ഇന്നത്തെ ഉടപുടകൾ. അന്നത്തെ ഭക്ഷണമല്ല ഇന്നത്തെ ഭക്ഷണം. അന്നത്തെ രീതികളല്ല ഇന്നത്തെ രീതികൾ. എല്ലാം മാറി. ഭോഗം മാറി, ഭോജനം മാറി, ആചാരം മാറി, ഉടപുടകൾ മാറി. പക്ഷെ ഒന്ന് മാത്രം മാറിയില്ല. പേന കൊണ്ടാണ് ഇന്നും എഴുതുന്നത്, കടലാസിലാണ് ഇന്നും എഴുതുന്നത്. UNOയുടെ സെക്രട്ടറിയുടെ പോക്കറ്റിലുമുണ്ട് പേന, അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പോക്കറ്റിലുമുണ്ട് പേന, നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കടലാസിൽ കീശയിലുമുണ്ട്, പോക്കറ്റിലുമുണ്ട് പേന, പുസ്തകങ്ങളുണ്ട്. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ അനന്യത, ഏറ്റവും വലിയ ശാശ്വതീകത്വം. അതായത് കാലം മുന്നോട്ട് പോയാലും കടലാസ് ബാക്കിയാകും, കിതാബുകൾ ബാക്കിയാകും, അക്ഷരാഭ്യാസങ്ങൾ ബാക്കിയാകും. ആ വഴി ലോകത്തിന് പറഞ്ഞു കൊടുക്കാനാണ് ഉസ്താദുമാർ. ഈ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താനാണ്, കാലോചിതമായി പരിചയപ്പെടുത്താനാണ്. ഇതിലൊത്തുണ്ട്, ഇതിൽ ബൈത്തുണ്ട്, രസങ്ങളുണ്ട്, നിറങ്ങളുണ്ട്. ഒരു വരണ്ട വിദ്യാഭ്യാസ സംസ്കാരമല്ല മഹത്തായ സമസ്ത SNEC-യിലൂടെ വിഭാവനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. കാരണം അതാണ് നമ്മുടെ വഴി. എല്ലാ ശാസ്ത്രങ്ങളുമുണ്ട്, എല്ലാ മേഖലകളിലേക്കുമുള്ള കിളിവാതിലുകളുണ്ട്. നമുക്ക് മുമ്പേ നടന്നവരങ്ങനെയായിരുന്നു. മറ്റൊരു ഉദാഹരണം മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചില പേരുകൾ പരാമർശിക്കുകയുണ്ടായി. ഷെയ്ഖുന ശംസുൽ ഉലമ പരാമർശിക്കപ്പെടേണ്ട പേരാണ്. സമ്പാദകനാണ്, സാത്വികനാണ്, ആരിഫാണ്, പ്രഭാഷകനാണ്, കമാൻഡിംഗ് പവറുള്ള ലീഡറാണ്, അമീറാണ്. ആലങ്കാരികമായി അമീറുൽ മോമിനീൻ എന്ന് പറയാൻ പറ്റിയ വ്യക്തിയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ സ്കോളേഴ്സ് ഉണ്ടാകും കേരളത്തിന്റെ പുറത്ത്. പക്ഷേ ജീവിച്ചിരിക്കുന്ന ഉലമാ എന്ന ഗ്രന്ഥങ്ങൾ എഴുതിയ, ആയിരക്കണക്കിന് ഉലമാക്കൾ എന്ന് പറയുന്ന കിതാബ് എഴുതിയ മഹാഗ്രന്ഥകാരനാണ് ശംസുൽ ഉലമ. മാതൃകയാണ്. ശംസുൽ ഉലമ എഴുതിയ ഏറ്റവും ഗഹനമായ തഹ്ഖീഖിന്റെ കിതാബാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തു പോയ സയ്യിദുൽ ഉലമ. എല്ലാം രചനകളാണ്. ഒന്ന് കടലാസിലെ രചന, മറ്റൊന്ന് മനുഷ്യനെ പണ്ഡിതനെ രചിക്കൽ.
ആ രചനാവഴിയിലാണ് ഉമർ ഖാദി ഉള്ളത്. ഉമർ ഖാദി മദീനയിലെ റൗദയിൽ പോയി പ്രവാചകനെ പുകഴ്ത്തിയിട്ട് കാരിരുമ്പിന്റെ ഗാലി ഗ്രില്ല് തകർത്ത മനുഷ്യനാണ്, അതിനെ ഭേദിച്ച മനുഷ്യനാണ്. ആ ഉമർ ഖാദി നിങ്ങളെപ്പോലെ മുതഅല്ലിമായ കാലത്ത് തീവണ്ടി കണ്ടപ്പോ അതേ ഉമർ ഖാദി ഒരു കവിത കുറിച്ചിരുന്നു. ആ കവിത ആലപിച്ചുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ സർഗബോധം ഉണർത്തിയതാണ്. റൗദയിൽ പോയപ്പോ അകത്തേക്ക് പ്രവേശിക്കാൻ വാതിലടക്കപ്പെട്ടിരിക്കുന്നു. ഉമർ ഖാദി ബൈത്ത് പാടി, യാ അക്രമൽ ഖുറമാലഹ് താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും യർജുൽ അത്വാലൽ ബുഖാഇ ബിബാബിക്കും വദ്ദമ്മു മിൻ ഐനയ്യ സാല സജീമാ. ഇതേ ഉമർ ഖാദി തീവണ്ടി കാണാൻ പോയി താനൂരിൽ. തീവണ്ടിയുടെ അത്ഭുതം കണ്ടു. ഈ ആത്മീക ജ്ഞാനി എന്താ എഴുതി വെച്ചത്? റഅയ്തുഹു ബിബർരിൻ നംസി യാസാഹി മർകബ യസീറു ബിലാ റിജ്ലിൻ അലർ റൈലി ഹാരിബാ ബിസൗത്തിൻ ബികുകൂകു വശീശി മദ്ദുഖാൻ വഫീഹിൽ ഉനാസു വൽ മതാഉ അജായിബാ. ഇവിടെ നേരത്തെ ജോയി MLA സ്കൂളിലൊരു പാട്ട് ഓർമ്മിച്ചല്ലോ. ഇത് വേറെ സ്കൂളിലൊരു പാട്ടാണ്. നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ തീവണ്ടീൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നു, കൂക്കൂ കൂക്കൂ തീവണ്ടി കൂകിപ്പായും തീവണ്ടി. ആരാദ്യമായിട്ട് എഴുതിയത്? ആദ്യമായിട്ട് എഴുതിയത് ഖാദിരിയ തരീഖത്തിന്റെ ഷെയ്ഖായ, മലയാളം കണ്ട ഏറ്റവും അഗ്രേസരനായ രാഷ്ട്രീയ ദിഷണാശാലിയായ സൂഫിയായ ഉമർ അൽ ഖാദിയാണ്. അദ്ദേഹം തീവണ്ടി കണ്ടപ്പോൾ അറബിയിൽ ഇതേ വരിയാണ് എഴുതിയത്, റഅയ്തു ബിബർരിൻ നംസി. താനൂരിൽ ഞാൻ ഇന്ന് കണ്ടിരിക്കുന്നു, ഇന്ന് വൈകുന്നേരം യാ സാഹി, എന്റെ പൊന്നു ചങ്ങാതി മർക്കബൻ, അതിശയകരമായൊരു വണ്ടി. യസീറു ബിലാ റിജ്ലിൻ, കാലില്ലാതെ പായുകയാണ് ആ വണ്ടി. അല്ല റെയിലി, റെയിലുമ കൂടെയാണ്. സമന്വയ വിദ്യാഭ്യാസമാണ്. അറബി കവിതയിലേക്ക് ഇംഗ്ലീഷിന്റെ വാക്ക് ചേർത്ത് വെച്ച് നോക്കൂ. അല റെയിൽ, റെയിലുമ കൂടിയാണ് ഓടുന്നത്. ഹാരിബൻ, പേടിച്ച് വിരണ്ടോടുന്ന പോലെ. തീവണ്ടിയെ കാൽപ്പനികമായി അത്രയും സുന്ദരമായി ആർക്ക് അവതരിപ്പിക്കാൻ കഴിയും? തീവണ്ടിയെ പിറകിൽ നോക്കുമ്പോ പേടിച്ചോടുന്ന പോലെ, പായുന്ന പോലെയാണ് അതിന്റെ ഒരു ഫീൽ ഉണ്ടാവുക. പക്ഷെ അതിനേക്കാൾ വലിയ അത്ഭുതം അടുത്ത വാക്കാണ്. ബിസൗത്തിൻ ബികുകൂ കൂകൂ തീവണ്ടി, ബിസൗത്തിൻ ബികുകൂ, കുകൂ എന്ന ശബ്ദമുണ്ടാക്കി, ശീശി എന്ന ശബ്ദമുണ്ടാക്കി. അന്ന് ഇലക്ട്രിക് ട്രെയിൻ അല്ല, കൽക്കരി ട്രെയിനാണ്. ആ ഒച്ചയുണ്ടാകും. ബിസൗത്തിൻ ബികുകൂ വശീശി മദ്ദുഖാൻ, പുകയുമുണ്ട് കേട്ടോ കൂട്ടുകാരാ. ഫീഹിൽ ഉനാസു വൽ മതാഉ, അന്ന് ചരക്ക് വണ്ടി വേറെയും ആൾവണ്ടി വേറെ ആയിരിക്കില്ല, അല്ല ഒന്ന് തന്നെയായിരിക്കും. അതിൽ ആൾക്കാരുണ്ട്, ആൾക്കാരെ ചരക്കുണ്ട്. അജായിബ, അത്ഭുതം തന്നെ, അതിർപ്പം തന്നെ ചങ്ങാതി എന്ന് കവിത എഴുതി വെച്ച മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയിൽ പോയിട്ട് അത്ഭുതമുണ്ടാക്കിയ മനുഷ്യനാണ്. മലയാളത്തിന്റെ പൗരബോധത്തെ സജീവമാക്കിയ മനുഷ്യനാണ്. ഈ SNECയുടെ മൻഹജിന്റെ അങ്ങേ തലക്കൽ ഒരുപാട് ആളുകളുടെ കൂട്ടത്തിൽ, മഹാരഥന്മാരുടെ കൂട്ടത്തിൽ നമുക്ക് വഴിയും വെളിച്ചവും തരുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതാണ് ഉസ്താദ് സ്വത്തം, അതാണ് ആലിം സ്വത്തം, അതാണ് നമ്മുടെ സ്വത്തം. അള്ളാഹു സാക്ഷാത്കരിക്കാൻ അനുഗ്രഹിക്കട്ടെ. വാഹുദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.